BMS കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ചൊരു ലെവലിലേക്ക് എൻ്റെ കരിയറോ എൻ്റെ സാലറിയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. കരിയറിലിരിക്കുന്നതിനേക്കാളും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി. കാരണം ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നല്ല കരിയറും ഗ്രോത്തും സാലറിയും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും അവർക്കൊരു നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റിയപ്പോൾ ഏത് കരിയറാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അതിൽ തന്നെ ഏത് സെക്ടറിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എവിടെ പോയാലാണ് എനിക്ക് നല്ലൊരു ജോലി സാധ്യതയും സാലറി ഹൈക്കും പ്രൊമോഷൻസും ഒക്കെ കിട്ടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് എന്നും ഡിമാൻഡുള്ള ഒരു സെക്ടറാണ്. അവിടെ എന്നും ജോലി സാധ്യതകൾ കൂടുകയാണ്, എന്നും ബ്ലൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മുന്ന സുജിത്, കോ ഫൗണ്ടർ ഓഫ് ആരോൺ അക്കാഡമി. വെൽക്കം മാം. ഒരു BAMS ഗ്രാജുവേറ്റിൽ നിന്നും ഒരു മെഡിക്കൽ കോഡിംഗ് പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ സെക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ കോഴ്സസിന്റെ ഒരു ഹബ്ബായിട്ടുള്ള ആരോണിലേക്കുള്ള ഒരു ജേർണി അതെങ്ങനെയായിരുന്നു? എല്ലാ ഗ്രാജുവേറ്റ്സിനെയും പോലെ BMS ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ഫീൽഡിലുള്ള ശരിക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അത് പേ സ്കെയിലിൻ്റെ കാര്യത്തിലായാലും ഒരു പൊസിഷൻ്റെ കാര്യത്തിലായാലും നമുക്ക് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണത്തിലായാലും ഒക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അതിനുശേഷം എൻ്റെ ഒരു ഹെൽത്ത് കെയർ വിടാതെ എന്ത് കോഴ്സ് പഠിച്ചാൽ എനിക്കൊരു ആഡ് ഓൺ ആയിട്ട് അഡീഷണൽ ഒരു ഇൻകം ഉണ്ടാക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അന്വേഷിച്ചപ്പോഴാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ടറിനെ പറ്റി കേൾക്കുന്നത്. ആ ഒരു സമയത്ത് 2016 ആ കോഴ്സ് എന്ന് പറയുന്നത് ആർക്കും അധികം ഒന്നും അറിയാത്തൊരു കോഴ്സായിരുന്നു. അങ്ങനെ ആ കോഴ്സിനെ പറ്റി നല്ല രീതിയിൽ അന്വേഷിച്ച് അതിൻ്റെ സാധ്യത മനസ്സിലാക്കി ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഹെൽത്ത് കെയർ സെക്ടർ എന്താണെന്നും അതിൻ്റെ ഗ്രോത്ത് എന്താണെന്നും മെഡിക്കൽ കോഡിങ്ങിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ മനസ്സിലായത്. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് ഒരു തൊഴിലവസരം കൊടുക്കാമെന്നുള്ള ആലോചനയിൽ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കുറവായതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം എന്നുള്ളൊരു ആലോചന വരികയും കോഴിക്കോട്, എൻ്റെ സ്വന്തം നാട്ടിൽ കോഴിക്കോട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മാം ഇപ്പോൾ പറഞ്ഞ പോലെ 2016 മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് അത്രയും എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നും ഒരു BMS ഗ്രാജുവേറ്റ് ആയിട്ടുള്ള മാം ഈ ഒരു കോഴ്സിലേക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു കരിയർ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അത് സ്വിച്ച് ചെയ്യാനുള്ള കാരണം തന്നെ കുറേ ചലഞ്ചസ് ആയിരുന്നു. BMS കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ചൊരു ലെവലിലേക്ക് എൻ്റെ കരിയറോ എൻ്റെ സാലറിയോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ആ സമയത്താണ് മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി അറിയുന്നതും ആ കോഴ്സ് ചൂസ് ചെയ്യുന്നതും. പക്ഷേ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതായത് ഒന്നാമത്തെ സ്ട്രഗിൾ, ഈ ഒരു കോഴ്സ് എന്താണെന്ന് ആർക്കും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് വീട്ടിൽ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയൊക്കെയോ അവരെ ഞാൻ കൺവിൻസ് ചെയ്ത് അതിന് ഓക്കെ ആക്കിയപ്പോൾ രണ്ടാമത്തെ ഒരു ചലഞ്ച്, എൻ്റെ തൊട്ടടുത്ത് എവിടെയും ആ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നില്ല. ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമീസ് വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അത്രയും ദൂരം മാറി നിന്ന് പഠിക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ചാലഞ്ചായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ എനിക്കൊരു ഫാമിലി ഉണ്ട്, ഒരു ചെറിയ മോളുണ്ട്. ആളെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഹോസ്റ്റലിലൊക്കെ നിന്നാണ് പഠിച്ചത്. അത് വലിയൊരു സ്ട്രഗിളായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്, മെഡിക്കൽ കോഡിംഗ് ആണ്. അത് പഠിക്കാനുള്ള സ്ട്രഗിൾ, പക്ഷെ അത് പഠിക്കാനുള്ളൊരു കോൺഫിഡൻസും ധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴ്സ് നല്ല രീതിയിൽ പാസ്സാവാനും പറ്റി. ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് മാം ഈ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്തത്. മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഹോസ്പിറ്റൽ മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ ഇൻഷുറൻസ്, IT കമ്പനികളിലാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാമിന്റെ മുന്നിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ മാം ചൂസ് ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പറഞ്ഞ പോലെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാം, ഇൻഷുറൻസ് സെക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് മെഡിക്കൽ IT കമ്പനീസ് ഗ്രോ ചെയ്യുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ എടുത്തൊരു സ്ട്രഗിളും ഞാൻ എടുത്തൊരു എഫേർട്ടും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ എടുക്കണ്ട എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളെ നാട്ടിൽ, കോഴിക്കോടാണ് എൻ്റെ സ്വന്തം നാട്, അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മലബാർ ഏരിയയിലെ കുട്ടികൾക്കെങ്കിലും ഈ ഒരു കോഴ്സ് വീട്ടിൽ നിന്ന് പോയി വന്ന് പഠിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഫസ്റ്റ് കോഴിക്കോട് മാങ്കാവ് ഇങ്ങനെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കരിയറിലിരിക്കുന്നതിനേക്കാളും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടി. കാരണം ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, നല്ല കരിയറും ഗ്രോത്തും സാലറിയും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും അവർക്കൊരു നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റിയപ്പോൾ എനിക്ക് ആ ഒരു ബെനിഫിറ്റ് ബാക്കിയുള്ള കുട്ടികളിലേക്കും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു ഭാവി ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് പിന്നെ ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്ത് വന്നത്. 2016 ഒരൊറ്റ കോഴ്സുമായിട്ടാണ് ആരോൺ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്, മെഡിക്കൽ കോഡിംഗ്. ഇപ്പം എന്തൊക്കെ കോഴ്സുകളാണ് ആരോണിലുള്ളത്? ആരോൺ അക്കാഡമി ഒരു ഹെൽത്ത് കെയർ കോഴ്സസിൻ്റെ ഒരു ഹബ്ബാണ്. നമ്മൾ മെഡിക്കൽ കോഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മെഡിക്കൽ കോഡിങ്ങിൽ തന്നെ നമ്മൾ കുറച്ച് ആഡ് ഓൺ കോഴ്സസ് കൊണ്ടുവന്നിട്ടുണ്ട്. AI ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ